ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു K2CSE. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കട്ട്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷനാണ്. സോ ഭയങ്കര സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ കട്ടെന്നാണ് പറയുന്നത്. ഓക്കെ, എ കട്ട് ഇൻ ദ സ്പേസ് ടൈം ഡയഗ്രാം ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻ ഇസ് ആൻ ആർബിട്രറി പോയിന്റ് ഓൺ ഈച്ച് പ്രോസസ് ലൈൻ. അതായത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഈ പ്രോസസ് ലൈൻസും ഇവൻസും ഒക്കെ പഠിച്ചില്ലേ സ്പേസ് ടൈം ഡയഗ്രാത്തിൽ. ഇത് P1, ഇത് P2, ഇത് P3, ഇതിൻ്റെ അകത്ത് ഓരോ ഇവൻസ് ഇരിക്കും. E12 അല്ലെങ്കിൽ E22 അങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കട്ടെന്ന് പറഞ്ഞാൽ ഈ പ്രോസസ് ലൈനിലൂടെ പോകുന്ന ആർബിട്രറി പോയിന്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഈ പോയിൻറ്റ്സിന് ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കി ഒരു സിക്സാഗ് ലൈൻ പോലെ വന്നില്ലേ, ഈ സിക്സാഗ് ലൈനാണ് നമ്മുടെ കട്ടെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ സിക്സാഗ് ലൈൻ ഫോം ചെയ്ത പ്രോസസ് ലൈനിലെ ആർബിട്രറി പോയിൻറ്റ്സ് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതാണ് പറയുന്നത് കട്ട് ഇൻ ദ സ്പേസ് ടൈം ഡയഗ്രാം ഓഫ് എ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടേഷൻ. സ്പേസ് ടൈം ഡയഗ്രാം ഇതാണ്, ഓരോ പ്രോസസ് ലൈൻസ് ഉള്ളതും അതിൽ ഇവൻസ് ഇരിക്കുന്നതും മുന്നത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ആ സ്പേസ് ടൈം ഡയഗ്രാത്തിലെ ആർബിട്രറി പോയിൻറ്റ്സ് ഓൺ ഈച്ച് പ്രോസസ് ലൈൻ, ഓരോ പ്രോസസ് ലൈനിലുള്ള ആർബിട്രറി പോയിൻറ്റ്സിനെയാണ് നമ്മൾ കട്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിൻറ്റ്സ് കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു സിക്സാഗ് ലൈൻ കിട്ടും. അപ്പോൾ കട്ട് എന്താ ആക്ച്വലി ചെയ്ത ഈ പ്രോസസ് ലൈനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ഈ കട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പാർട്ടുണ്ട്, റൈറ്റ് സൈഡിലും ഒരു പാർട്ടുണ്ട് അല്ലേ. ഈ ലെഫ്റ്റ് സൈഡിലുള്ള പാർട്ടിനെ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ പാർട്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഇവൻസിനെ പാസ്റ്റ് ഇവൻസ് എന്നും കട്ടിൻ്റെ റൈറ്റ് സൈഡിലുള്ളതിനെ ഫ്യൂച്ചർ ഇവൻസ് എന്നുമാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ദ കട്ട് സ്ലൈസ് ഈച്ച് ഇവൻറ്റ് ഇൻ ഇറ്റ് ഇസ് പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഇവൻസ്. ഓക്കെ, ദ ഇവൻറ്റ്സ് റിസൈഡ് ഇൻ ദ ലെഫ്റ്റ് ഓഫ് ദ കട്ട് ഈസ് ടേംഡ് ആസ് പാസ്റ്റ് ആൻഡ് റൈറ്റ് ആസ് ഫ്യൂച്ചർ. ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. കട്ടിൻ്റെ ഇടത് സൈഡിൽ വരുന്ന ഇവൻറ്റ്സ് പാസ്റ്റ് ഇവൻസും വലത് സൈഡിൽ വരുന്നത് ഫ്യൂച്ചർ ഇവൻസുമാണ്. ഓക്കെ, ഇഫ് സി ബി എ കട്ട്, ആ ഒരു കട്ടിനെ നമ്മൾ സി എന്ന് ഡിനോട്ട് ചെയ്താൽ ദെൻ വി ക്യാൻ ഡിനോട്ട് ഇറ്റ് എസ് പാസ്റ്റ് ഓഫ് സി. അപ്പോൾ ഇടത് സൈഡിൽ വരുന്ന ഇവൻസിനെയൊക്കെ നമ്മൾ പാസ്റ്റ് ഇവൻസ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം പാസ്റ്റ് ഓഫ് സി എന്നും, വലത് സൈഡിൽ ഇരിക്കുന്നതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഫ്യൂച്ചർ ഓഫ് സി എന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. സി ഒരു കട്ടാണെങ്കിൽ ഈ പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ ഫുള്ളും ക്യാപ്സിലാണ് എഴുതേണ്ടത്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താ, വി ക്യാൻ റെപ്രസെൻറ്റ് ദ ഗ്ലോബൽ സ്റ്റേറ്റ് ഇൻ സ്പേസ് ടൈം ഡയഗ്രാം ഗ്രാഫിക്കലി യൂസിങ് ദ കട്ട്. നമുക്ക് ഈ കട്ട് ഉപയോഗിച്ച് ഗ്രാഫിക്കലി ഗ്ലോബൽ സ്റ്റേറ്റും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആ സ്പേസ് ടൈം ഡയഗ്രാം അല്ലേ പ്രോസസ് ലൈനിലെ. അപ്പോൾ അതിൽ നമുക്ക് ഗ്ലോബൽ സ്റ്റേറ്റ് വേണമെങ്കിലും ഈ ഗ്രാഫിക്കലി നമുക്ക് ഈ കട്ട് യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന കണ്ടീഷൻ കട്ട് എപ്പോഴൊക്കെ കൺസിസ്റ്റൻ്റ് ആവാം, കട്ട് എപ്പോഴൊക്കെ ഇൻകൺസിസ്റ്റൻ്റ് ആവാം, അതാണ് പഠിക്കുന്നത്. സിമ്പിളാണേ. ഇത് എന്താ, എ കട്ട് ഈസ് സെറ്റ് ടു ബി കൺസിസ്റ്റൻറ്റ്. All the messages that received on the past is of the cut must be sent to the past of the cut. എന്താ പറയുന്നത്, ഒരു കട്ട് കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ കട്ടിൻ്റെ പാസ്റ്റിൽ സെൻഡ് ചെയ്ത മെസ്സേജുകളെല്ലാം പാസ്റ്റിൽ തന്നെ റിസീവ് ആവണം, എങ്കിൽ മാത്രമേ കട്ട് കൺസിസ്റ്റൻ്റ് ആവത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാവാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ 4 പ്രോസസ് ലൈനുള്ള ഒരു സ്പേസ് ടൈം ഡയഗ്രാം ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ കണ്ട ഈ ആർബിട്രറി പോയിൻറ്റ്സിനെയൊക്കെ കണക്ട് ചെയ്ത് ഒരു സിക്സാഗ് ലൈൻ പോകുന്നുണ്ട്. അതാണ് കട്ട് C1. അപ്പോൾ ഇതെന്ന് പറയുന്നത് കട്ട് C2 ആണ്. അപ്പോൾ ഈ C1ൻ്റെ ഇടത് സൈഡിൽ കിടക്കുന്ന പാസ്റ്റ് ഇവൻസും C1ൻ്റെ വലത് സൈഡിൽ കിടക്കുന്ന ഫ്യൂച്ചർ ഇവൻസും. അപ്പോൾ C1നെ റെസ്പെക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏതൊക്കെയാണ് പാസ്റ്റ് ഇവൻസ്, E11, E21, E31, E32, E41, പിന്നെ E22, E23, E34, E42. പിന്നെ ഇതിൻ്റെ വലത് സൈഡിൽ കിടക്കുന്ന E12, E13, E24, E34 അതൊക്കെ ഫ്യൂച്ചർ ഇവൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ കൺസിസ്റ്റൻ്റ് കട്ട് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഒരു കട്ട് കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷനുണ്ട്. ആ ബാക്കി വരുന്ന കണ്ടീഷനൊക്കെ ഇൻകൺസിസ്റ്റൻറ്റ് കട്ടിന് ഈക്വൽ ആയിരിക്കും. അതായത് ഈ പറഞ്ഞ കാര്യം ഒന്ന് ഷോർട്ടാക്കി പറയുക. കണ്ടീഷൻ ഫോർ കൺസിസ്റ്റൻറ്റ് കട്ട്, മെസ്സേജ് ഷുഡ് ബി സെൻഡ് ഫ്രം ദ പാസ്റ്റ് ടു പാസ്റ്റ് ഓർ പാസ്റ്റ് ടു ഫ്യൂച്ചർ. എപ്പോഴും നമുക്ക് മെസ്സേജ് ഒന്നുകിൽ പാസ്റ്റിൽ നിന്ന് പാസ്റ്റിലേക്ക് സെൻഡ് ചെയ്യാം, അതുപോലെ പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്കും സെൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കട്ട് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതർവൈസ് ഫ്യൂച്ചർ ടു പാസ്റ്റ് ഇസ് ആൻ ഇൻകൺസിസ്റ്റൻറ്റ്. ഫ്യൂച്ചറിൽ നിന്ന് തിരിച്ച് പാസ്റ്റിലോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ പടത്തിൽ നിന്ന് കൺസിസ്റ്റൻ്റ് കട്ടും ഇൻകൺസിസ്റ്റൻ്റ് കട്ടും നമുക്ക് നോക്കാം. ഇപ്പോൾ C1 എന്ന് പറയുന്ന കട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് കണ്ടോ, E12ഉം E22. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ സംഭവം നടന്നത്, എപ്പോഴും ആലോചിച്ചോണം, രണ്ടാമത്തെ പ്രോസസ്സാണിത് അല്ലേ. അപ്പോൾ ഇത് എന്താ, ഇതുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഫ്യൂച്ചർ ഇവൻറ്റും ഇത് പാസ്റ്റ് ഇവൻറ്റുമാണ് അല്ലേ. അപ്പം മുകളിൽ നിന്നാണ് താഴോട്ട് പോകുന്നത് അല്ലേ. അപ്പം E12ൽ നിന്നൊരു സംഭവമുണ്ട്, അതുപോലെ എന്താ
E2 എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ E1 നിന്നാണ് E2 വന്നത്. അതായത് മുകളിൽ ലൈൻ പോകുന്നതനുസരിച്ച് തോന്നും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങോട്ടാണ് സെൻഡ് ചെയ്തതെന്ന് അർത്ഥം. അപ്പോൾ നോക്കിക്കേ, ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലോട്ട് സെൻഡ് ചെയ്തേക്കുന്നത്. ഈ കട്ടിൻ്റെ ഫ്യൂച്ചറിലെ E1 ഇത് പാസ്റ്റ് അല്ലേ. അപ്പോൾ ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലോട്ട് സെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു C1 വിത്ത് റെസ്പെക്ട് ടു ദിസ് ആണെങ്കിൽ എന്താ, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. പക്ഷേ അതേപടി ഇത് നോക്കിക്കേ, ഇതാ E2 നിന്ന് E3 അപ്പോൾ രണ്ടും നമ്മുടെ കട്ടിൻ്റെ പാസ്റ്റിലാണ് നടന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദിസ് ആണെങ്കിൽ C1 എന്താ, കൺസിസ്റ്റൻ്റ് ആണ്. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു E3 E4 ആണെങ്കിലും C1 കൺസിസ്റ്റൻ്റ് ആണ്. കാരണം രണ്ടും ലെഫ്റ്റിലാണ് നടന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ ഒരു കേസിൽ എന്താ നടന്നേ, ഇതാണ്ട് ഇവിടുത്തെ ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലോട്ട് സെൻഡ് ചെയ്തത് ഈ C2. അപ്പോൾ അതും എന്താ, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ബ്രീഫായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ കൺസിസ്റ്റൻസ് ഓഫ് എ കട്ട്. കട്ടിൻ്റെ കൺസിസ്റ്റൻ്റ് ആണോ ഇല്ലയോ എന്ന് നോക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.